ഹരേ കൃഷ്ണ. ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ ഒന്ന് അർത്ഥവിചാരം ചെയ്ത് ഭഗവത്പാദങ്ങൾ സമർപ്പിക്കാമെന്ന് കരുതുന്നു. 7ാമത്തെ ശ്ലോകം. പ്രചേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യഭരാദ്വരാനതാ ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമദാം. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. പ്രചേതസാം എന്ന് പറഞ്ഞാൽ പ്രചേതസ്സുകൾ. നമ്മൾ ഭഗവാൻ പ്രചേതസ്സുകളുടെ മുൻപിൽ ചോദിക്കാതെ തന്നെ അനുഗ്രഹം ചൊരിഞ്ഞ് ആ ദിവ്യരൂപ ദർശനം നൽകിയത് വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. ഇനി പറയുകയാണ്, ഇവിടെ ഭഗവാൻ ഇനി എന്തൊക്കെ കാരുണ്യമാണ് ആ പ്രചേതസ്സുകളിൽ ചൊരിഞ്ഞത് എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. പറയുകയാണ്, പ്രചേതസ്സുകൾ താവദയാചതാമപി, താവത് അയാചതാം അപി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് താവദയാചതാമപി. താവത് എന്ന് പറഞ്ഞാൽ അപ്പോൾ, അതായത് ഭഗവാൻ ആ ദിവ്യദർശനം അവരുടെ മുൻപിൽ കാണിച്ചു കൊടുത്തപ്പോൾ, ആ ദിവ്യരൂപ ദർശനത്തെ ആ പ്രചേതസ്സുകൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ, അയാചതാം അപി, അയാചതാം എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ചോദിച്ചില്ലെങ്കിൽ പോലും, അപി എന്ന് പറഞ്ഞാൽ എങ്കിൽ പോലും എന്നുള്ള അർത്ഥം. അപ്പോൾ അയാചതാം, ഒന്നും ചോദിച്ചില്ല ആര്? പ്രചേതസ്സുകൾ. കാരണം എന്താ? പ്രചേതസ്സുകൾ എന്തെങ്കിലും ഭഗവാനിൽ നിന്ന് ഒരു വരം നേടാൻ വേണ്ടിയിട്ടായിരുന്നില്ല തപസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ തപസ്സിൽ സംപ്രീതനായി ഭഗവാൻ തൻ്റെ ആ ദിവ്യദർശനം അവർക്ക് അരുളി ചെയ്തപ്പോൾ, ഭഗവാന്റെ കാരുണ്യമുണ്ടായപ്പോൾ ഒന്നും തന്നെ ഈ പ്രചേതസ്സുകൾക്ക് ഭഗവാനോട് അപേക്ഷിക്കാനുണ്ടായില്ല. അങ്ങനെ ഒന്നും തന്നെ അപേക്ഷിച്ചില്ലെങ്കിലും ചോദിച്ചില്ലെങ്കിലും ത്വമേവ കാരുണ്യഭരാദ്വരാനത, ത്വമേവ, ത്വം ഏവ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ത്വമേവ. ത്വം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അങ്ങ്, ഏവ അങ്ങ് തന്നെ, അല്ലയോ ഭഗവാനെ, കാരുണ്യമൂർത്തിയായ ഭഗവാനെ അങ്ങ് കാരുണ്യഭരാദ്വരാനത, കാരുണ്യഭരാത് വരാൻ അദാഹ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് കാരുണ്യഭരാദ്വരാനത. കാരുണ്യഭരാത്, കാരുണ്യത്തിൻ്റെ ഭാരം കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ഭഗവാനെ അവിടുത്തെ ആ ഒരു കൃപ കൊണ്ട് വരാൻ എന്ന് പറഞ്ഞാൽ വരങ്ങളെ അദാഹ നൽകി. ആ പ്രചേതസ്സുകൾക്ക് ഭഗവാനെ അവരൊന്നും തന്നെയും ചോദിച്ചില്ലെങ്കിലും അങ്ങയുടെ ആ ഒരു വഴിഞ്ഞൊഴുകുന്ന കാരുണ്യ ഭാരാതിരേകത്താൽ അങ്ങ് അവർക്ക് വരങ്ങളെ പ്രദാനം ചെയ്തു. എന്താ വരം കൊടുത്തതെന്നാണ് അടുത്തത് പറയുന്നത്. ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമദ. വിചിന്താപി, ഭവദ്വിചിന്ത അപി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഭവദ്വിചിന്താപി. അത് നമ്മൾ ഒന്നുകൂടി പിരിച്ചാൽ ഭവത് വിചിന്ത അപി എന്ന് പറഞ്ഞാൽ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ വിചിന്ത, ആ ഒരു സ്മരണ പോലും, അപി അതുപോലും, അങ്ങയെക്കുറിച്ചുള്ള ഈ ഒരു സ്മരണ പോലും, അതായത് ഈ ഭഗവാനെ ഇത്രമാത്രം
ധ്യാനം ചെയ്തിരിക്കുന്ന ഈ പ്രചേതസ്സുകളുടെ സ്മരണ ഒന്നുകൊണ്ട് തന്നെ ശിവായ ദേഹിനാം, ശിവായ എന്ന് പറഞ്ഞാൽ ശ്രേയസ്, മംഗളം, ദേഹിനാം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക്, ലോകത്തിന് ഇവരുടെ ഒരു സ്മരണ ഒന്നുകൊണ്ട് തന്നെ ഈ ലോകത്തിന് ശിവായ, മംഗളത്തിനായിക്കൊണ്ട്, ശ്രേയസ്സിനായിക്കൊണ്ട്, നന്മയ്ക്കായിക്കൊണ്ട് ഭവത്വസൗ, ഭവതു അസൗ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭവത്വസൗ. ഭവതു എന്ന് പറഞ്ഞാൽ ഭവിക്കട്ടെ. അപ്പോൾ ഈ ഭഗവാനെ സദാ ധ്യാനിച്ചുകൊണ്ടിരുന്ന, യാതൊന്നും ആഗ്രഹിക്കാതെ, നമ്മൾ ഗോപസ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് അശുൽക്കദാസികളാണ്, യാതൊന്നും ആഗ്രഹിക്കാതെയാണ് ഭഗവാനോടുള്ള ആ ദൃഢമായ ഉറച്ച പ്രേമഭക്തി കാത്തു സൂക്ഷിച്ചിരുന്നത്. അതേപോലെ തന്നെ യാതൊന്നും ആഗ്രഹിക്കാതെ, മുൻപിൽ കണ്ടിട്ടു പോലും, പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു കൊടുത്തിട്ടു പോലും ഭഗവാനോടൊന്നും അപേക്ഷിക്കാനില്ലാതെ, യാചിക്കാനില്ലാതെ നിന്ന പ്രചേതസ്സുകളെക്കുറിച്ച് അവർക്ക് ഭഗവാൻ കൊടുത്ത അനുഗ്രഹമാണ്. നിങ്ങളുടെ സ്മരണ ഒന്നുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. പിന്നെയോ അസൗ, അസൗ എന്ന് പറഞ്ഞാൽ ഈ രുദ്രനുതിശ്ച കാമത, രുദ്രനുതിഹി ച, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് രുദ്രനുതിശ്ച. രുദ്രനുതി എന്ന് പറഞ്ഞാൽ രുദ്രനാൽ പറയപ്പെട്ട ഈ ഭഗവാന്റെ സ്തുതി. നമ്മൾ ആദ്യമേ കണ്ടിരുന്നു, സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെയാണ് വന്ന പ്രചേതസ്സുകൾക്ക് ഭഗവാനെ സ്തുതിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്തത്. അതിനെയാണ് പിന്നീട് രുദ്രഗീതം എന്ന് അറിയപ്പെട്ടത്. ഇവിടെ അതാണ് പറയുന്നത്, രുദ്രനുതിശ്ച. ഈ രുദ്രനുതി അല്ലെങ്കിൽ നുതി എന്നാൽ സ്തുതി, അതായത് ഈ രുദ്രഗീതമാകട്ടെ കാമത. കാമത എന്ന് പറഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കുന്നതാണ്. കാമം എന്നാൽ ആഗ്രഹം, കാമത ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്ന. നമ്മൾ വരദ എന്നൊക്കെ പറയും, ദാ വരുന്നത് പലപ്പോഴും അത് പ്രദാനം ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. വരങ്ങളെ പ്രദാനം ചെയ്യുന്നത് വരദ. കാമത കാമങ്ങളെ, എല്ലാ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്ന, സാധിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ രുദ്രഗീതം ആരാരൊക്കെയാണോ ഇത് ആലാപനം ചെയ്യുന്നത്, ഇത് ഭഗവത് സ്മരണയോടുകൂടി പാരായണം ചെയ്യുന്നത്, ഭഗവാനിങ്കൽ മനസ്സിനെ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ഈ രുദ്രഗീതം പാരായണം ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുമാറാകട്ടെ. നോക്കൂ, ഭഗവാന് പ്രചേതസ്സുകൾക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണിത്. പ്രചേതസ്സുകളുടെ ഒരു സ്മരണ ഒന്നുകൊണ്ട് തന്നെ ഈ ലോകത്തിന് തന്നെ നന്മ ഭവിക്കട്ടെ. പ്രചേതസ്സുകൾ ഏതൊരു സ്തുതി കൊണ്ടാണോ ഭഗവാനെ പ്രീതിപ്പെടുത്തിയത്, ആ രുദ്രഗീതം ഒന്നുകൾ തന്നെ ഈ ലോകത്തിലെ സർവ്വജനങ്ങൾക്കും എല്ലാ അഭീഷ്ടങ്ങളെയും സാധിക്കുന്നതായി തീരട്ടെ. എത്ര വലിയ അനുഗ്രഹമാണ് ഭഗവാൻ കൊടുത്തത്. ഭഗവാൻ തൻ്റെ ഭക്തർക്ക് അവർ ഒന്നും തന്നെ അപേക്ഷിച്ചില്ലെങ്കിൽ പോലും, അവർക്ക് ഒന്നും തന്നെ ആഗ്രഹങ്ങളില്ലെങ്കിൽ പോലും ഭഗവാൻ വാരിക്കോരി അനുഗ്രഹങ്ങളെ കൊടുക്കുന്ന കാരുണ്യമൂർത്തിയാണ്. ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളെയൊക്കെ അറിഞ്ഞു പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാന്. ഇവിടെ പ്രചേതസ്സുകൾക്ക് ഗോപസ്ത്രീകളെ പോലെ യാതൊന്നും ആഗ്രഹമില്ലാഞ്ഞിട്ടു പോലും ആ പ്രചേതസ്സുകൾക്ക് അനുഗ്രഹം കൊടുക്കുകയാണ്. യാതൊരു സ്തുതിയാൽ ഈ പ്രചേതസ്സുകൾ സ്തുതിച്ചുവോ അത് ലോകത്തിലുള്ള ജനങ്ങൾക്ക് സർവ്വ ആഗ്രഹങ്ങളെയും സഫലീകരിക്കാൻ ഉതകുന്നതായി തീരട്ടെ. എന്തൊരു വലിയ കാരുണ്യമാണ് ഭഗവാന്റേത്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. പ്രചേതസാം താവദയാചതാമപി ത്വമേവ കാരുണ്യഭരാദ്വരാനതാ ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുതിശ്ച കാമദാ. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ വരിയിൽ താവദയാചതാമപി, ഇവിടെ താവത്
അയാചതാമാണ്. അതുകൊണ്ട് ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. താവതയാചതാം അപി ആയതുകൊണ്ട് മായ്ക്കും അകാരം കൊടുക്കുക. താവതയാചതാമപി. പിന്നെ അടുത്തത് ത്വമേവ കാരുണ്യഭരാദ്വരാനത. കാരുണ്യഭരാദ്വരാൻ, അവിടെ കാരുണ്യഭരാത് വരാനാണ്. അതേപോലെ അതാ, അവിടെ നായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് ഭവദ്വിചിന്താപി. അവിടെ ഭവത് വിചിന്താപി ആണ്. അതുകൊണ്ട് ഭവദ്വിചിന്താപി ആ വാ ശരിക്ക് വരത്തക്ക വിധത്തിൽ വായിക്കണം. പിന്നെ അടുത്തത് ഭവത്വസൗ. അവിടെ അസൗ ആയതുകൊണ്ട് ത്വ എന്നുള്ള ഭവതു അസൗ ആണ്. അപ്പോൾ അവിടെ ത്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകം നോക്കാം. അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ച മാം പ്രയാസ്യധേതി ന്യഗതോ മുദൈവതാൻ. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഈ ഒരു ശ്ലോകത്തിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ കൊടുത്ത അനുഗ്രഹങ്ങളായിരുന്നെങ്കിൽ ഇനിയും ഭഗവാൻ ചില നിർദ്ദേശങ്ങളാണ് പ്രചേതസ്സുകൾക്ക് നൽകുന്നത്. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അവാപ്യ കാന്താം തനയാം മഹീരുഹാം. അവാപ്യ എന്ന് പറഞ്ഞാൽ ലഭിച്ചിട്ട് അല്ലെങ്കിൽ കിട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇത് കിട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തിട്ട് എന്നൊരു അർത്ഥത്തിലും കൂടിയാണ് പറയുന്നത്. അത് നമുക്ക് ഈ ശ്ലോകം പറയുമ്പോൾ മനസ്സിലാകും. കാന്താം, കാന്താം എന്ന് പറഞ്ഞാൽ ഭാര്യയായി ലഭിച്ചിട്ട് എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തിട്ട്. തനയാം പുത്രിയെ, തനയ എന്നാൽ പുത്രി, തനയാം പുത്രിയെ, മഹീരുഹാം എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ പുത്രിയെ ഭാര്യയായി പ്രാപിച്ചിട്ട് അഥവാ വിവാഹം കഴിച്ചിട്ട്. തയാരമധ്വം ദശലക്ഷവത്സരീം. തയ എന്ന് പറഞ്ഞാൽ ആ വൃക്ഷങ്ങളുടെ പുത്രിയുമായി അവളോട് കൂടി എന്നുള്ള അർത്ഥം. അതായത് വൃക്ഷങ്ങളുടെ പുത്രിയോട് കൂടി. രമധ്വം എന്ന് പറഞ്ഞാൽ രമിച്ചുകൊള്ളുക അഥവാ വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചുകൊള്ളുക. എത്ര വർഷമാണെന്ന് വെച്ചാൽ ദശലക്ഷവത്സരീം. ദശലക്ഷം 10 ലക്ഷം വത്സരീം സംവത്സരങ്ങൾ. 10 ലക്ഷം സംവത്സരം ആ വൃക്ഷപുത്രിയുമായി സുഖമായി ഭാര്യയായി സ്വീകരിച്ചിട്ട് സുഖമായി രമിച്ചുകൊള്ളുവിൻ, സുഖമായി ജീവിച്ചുകൊള്ളുവിൻ. എന്നിട്ടോ സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ചമാം. സുതോസ്തു, സുതഃ അസ്തു, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സുതോസ്തു. സുതഃ എന്ന് പറഞ്ഞാൽ പുത്രൻ, അസ്തു ഉണ്ടാകട്ടെ, ഭവിക്കട്ടെ. അതിൽ ആ വൃക്ഷങ്ങളുടെ പുത്രിയിൽ അങ്ങേക്ക് ഒരു പുത്രനുണ്ടാകട്ടെ. ആ പുത്രൻ്റെ പേരാണ് ദക്ഷോ. ദക്ഷഃ എന്ന് പറഞ്ഞാൽ ദക്ഷൻ. ദക്ഷൻ എന്നൊരു പുത്രനുണ്ടാകട്ടെ. അപ്പോൾ ഈ വൃക്ഷങ്ങളുടെ പുത്രിയെ വിവാഹം ചെയ്ത് 10 ലക്ഷം വത്സരം സുഖമായി ജീവിച്ചു കൊള്ളുക. അതിൽ ദക്ഷൻ എന്നു പേരുള്ള ഒരു പുത്രനുണ്ടാകട്ടെ. എന്നിട്ടോ നനു തക്ഷണാച്ചമാം. നനു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, മാം എന്ന് പറഞ്ഞാൽ എന്നെ, തക്ഷണാച്ച, തക്ഷണാത് ച, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് തക്ഷണാച്ച. തക്ഷണാത് എന്ന് പറഞ്ഞാൽ തത് ക്ഷണാത്, ഉടനെ തന്നെ, ആ ക്ഷണത്തിൽ തന്നെ എന്താ പറഞ്ഞത്, ആ പുത്രനുണ്ടാകും. ആ പുത്രനുണ്ടാകുന്ന ആ നിമിഷം തന്നെ മാം എന്നെ പ്രയാസ്യധേതി ന്യഗതോ മുദൈവതാൻ. പ്രയാസ്യധേതി, പ്രയാസ്യഥ ഇതി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പ്രയാസ്യധേതി. പ്രയാസ്യഥ എന്ന് പറഞ്ഞാൽ എന്നെ പ്രാപിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ആ പുത്രനുണ്ടായി കഴിയുമ്പോൾ, ദക്ഷൻ എന്നൊരു പുത്രനുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ മോക്ഷപഥത്തിലേക്ക്
എത്തിക്കുകയും ചെയ്യും. ഭഗവാന്റെ ഒരു കാരുണ്യം അല്ലേ. അങ്ങനെ ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ന്യഗതോമുദൈവതാൻ, ന്യഗതഃ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അങ്ങനെ അനുഗ്രഹിക്കുകയും ചെയ്തു, അരുളി ചെയ്യുകയും ചെയ്തു. മുദൈവതാൻ, മുദ ഏവ ആണ് മുദൈവ. എങ്ങനെയാ ഭഗവാന് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയ? മുദ ഏവ, മുദ എന്ന് പറഞ്ഞാൽ അത്യധികം മോദത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഏവ എന്ന് പറഞ്ഞാൽ തന്നെ. ഭഗവാൻ അത്യധികം സംപ്രീതനായി തന്നെയാണ് പ്രചേതസ്സുകൾക്ക് ഇങ്ങനെയൊരു നിർദ്ദേശം കൊടുത്തത്. വൃക്ഷങ്ങളുടെ പുത്രിയെ വിവാഹം ചെയ്ത് 10 ലക്ഷം സംവത്സരങ്ങൾ നിങ്ങൾ സുഖമായി ജീവിക്കുക. അതിൽ ദക്ഷൻ എന്നൊരു പുത്രനുണ്ടാകും. ആ പുത്രൻ ഉണ്ടായാൽ ഉടൻ തന്നെ നിങ്ങൾ എന്നെ പ്രാപിക്കുകയും ചെയ്യും. പിന്നെയോ മുദൈവതാൻ എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ, താൻ എന്നുദ്ദേശിച്ച് ഇവിടെ ഭഗവാനെ തന്നെയാണ്. ഭഗവാൻ ഇങ്ങനെ വളരെയധികം സന്തോഷത്തോടുകൂടി അരുളി ചെയ്യുകയും ചെയ്തു. ഇവിടെ ഈ വൃക്ഷങ്ങളുടെ പുത്രി എന്ന് പറയുന്നത് പണ്ടൊരിക്കൽ കണ്ടു എന്ന് പേരുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു. ഈ കണ്ടു മഹർഷിയുടെ പത്നിയാണ് പ്രംലോജ എന്ന് പറയുന്നത്. ഈ പ്രംലോജ എന്ന ദേവസ്ത്രീയിൽ ജനിച്ച പുത്രിയാണ് മാരിഷ. ഈ മാരിഷയാണ് വൃക്ഷങ്ങളുടെ പുത്രിയായിട്ട്, കാരണം വൃക്ഷങ്ങളാണ് വളർത്തിയത്. ഇതിന് പല ഐതിഹ്യങ്ങൾ പറയാറുണ്ട്. വൃക്ഷങ്ങൾ വളർത്തിയത് കൊണ്ട് അത് വൃക്ഷങ്ങളുടെ പുത്രിയായെന്നും, അല്ല ആ കണ്ടു എന്ന് പറയുന്ന കണ്ടു മഹർഷിയുടെ ഭാര്യയായിട്ടുള്ള പ്രംലോജയെ കണ്ടു മഹർഷി ഒരു വേളയിൽ ഉപേക്ഷിക്കുകയും അങ്ങനെ ഈ പ്രംലോജ ആകാശമാർഗത്തിൽ കൂടി അങ്ങനെ സഞ്ചരിക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ അതിനു മുൻപ് തന്നെ ഗർഭാധാനം നടന്നിരുന്നുവെന്നും, ആ ഗർഭാധാനം നടന്ന ഈ പ്രംലോജ ഈ ആകാശമാർഗത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ആ ഗർഭം വിയർപ്പ് തുള്ളികളായി പുറത്തേക്ക് നിർഗമിച്ചുവെന്നും, ആ ഗർഭത്തെ അഥവാ ഈ വിയർപ്പ് തുള്ളികളെ ഗർഭത്തെ വിയർപ്പ് തുള്ളികളായി ഈ വൃക്ഷങ്ങളൊക്കെ സ്വീകരിച്ച്, അങ്ങനെ ആ വിയർപ്പ് തുള്ളികളായിട്ട് വന്ന ആ ഗർഭത്തെ വൃക്ഷങ്ങളൊക്കെ സ്വീകരിച്ചതിനെ വായു അതിനെല്ലാം കൂടി കൂട്ടിച്ചേർത്തുവെന്നും, അങ്ങനെ അത് ചന്ദ്രികയേറ്റ് അതിനെ പരിപുഷ്ടയാക്കിയെന്നും, ആ ഗർഭമാണ് പിന്നീട് ഒരു സ്ത്രീരൂപമായി തീർന്ന് ആ സ്ത്രീരൂപം, അതായത് വൃക്ഷങ്ങൾ പരിലാളിച്ചു വളർത്തിയ വൃക്ഷങ്ങളിൽ വീണ വിയർപ്പ് തുള്ളികളിൽ നിന്നും, അല്ലെങ്കിൽ ആ ഗർഭാധാനത്തെ വൃക്ഷങ്ങൾ സ്വീകരിച്ച് അതിനെ ഒരു സ്ത്രീയായി, അല്ലെങ്കിൽ അതിനെ ഒരു രൂപമാക്കി ചന്ദ്രികയുടെ പരിലാളനയോടുകൂടി അതിനെ വളർത്തിയെന്നും, അങ്ങനെ വൃക്ഷാഗ്രത്തിൽ നിന്നും ജന്മമെടുത്ത പുത്രിയാണ് മാരിഷ എന്ന് പറയുന്നത്. ഈ മാരിഷയെയാണ് പ്രചേതസ്സുകൾ വിവാഹം കഴിക്കാൻ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ആ മാരിഷയിൽ ദക്ഷൻ എന്ന് പറയുന്ന പുത്രൻ, 10 ലക്ഷം സംവത്സരങ്ങൾക്ക് ശേഷമാണ് ദക്ഷൻ എന്ന് പറയുന്ന ഒരു പുത്രൻ ഉണ്ടായെന്നും, ആ പുത്രൻ ജനിച്ച ഉടനെ തന്നെ ഭഗവാൻ അവർക്ക് മോക്ഷപ്രാപ്തി നൽകുകയും ചെയ്യുന്നുവെന്നുമാണ് ഒരു ഐതിഹ്യമുള്ളത്. ഏതായാലും ശരി, വൃക്ഷങ്ങളുടെ പുത്രിയായിട്ടാണ് മാരിഷ അറിയപ്പെടുന്നത്. ആ മാരിഷയിൽ പ്രചേതസ്സുകൾക്കുണ്ടായ പുത്രനാണ് ദക്ഷൻ. ഇങ്ങനെ ഭഗവാൻ ഈ പ്രചേതസ്സുകളൊന്നും ആവശ്യപ്പെടാതെ തന്നെ 2 അനുഗ്രഹങ്ങൾ കൂടി ഭഗവാൻ അത്യധികം സംപ്രീതനായിക്കൊണ്ട് ഇവിടെ പ്രചേതസ്സുകൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ ശ്ലോകത്തിൽ നമുക്കിവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വിവരിച്ചു തരുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ച മാം പ്രയാസ്യധേതി ന്യഗതോ മുദൈവതാൻ. ഞാൻ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മൂന്നാമത്തെ വരിയിൽ സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ച മാം,
അവിടെ തക്ഷണാച്ചമാം, അവിടെയൊക്കെ കൂട്ടക്ഷരമാണ് ച, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ പ്രയാസ്യധേതി, അതും ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളായിട്ടാണ് തോന്നുന്നത്. ബാക്കി 9ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. 9ഉം 10ഉം ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ നമുക്ക് വിചാരം ചെയ്യാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.